ഹായ് ടു ഓൾ. ഞാനിന്നിപ്പോൾ ഉള്ളത് ഈസ്റ്റ് റിഫയിലെ നമ്മുടെ റിഫ വ്യൂസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വാക്കിംഗ് പാർക്കിലാണ്. ഇവിടെ ഇപ്പം കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഏകദേശം ഒരു 5-6 മാസമായെന്ന് തോന്നുന്നു. കാരണം ഞാൻ മോർണിംഗ് വാക്കിന് ഒക്കെ വരുമ്പോഴത്തേന് തൊട്ട് കൺസ്ട്രക്ഷൻ ഉണ്ട്. പക്ഷേ അതിനിപ്പം ആളുകളെ ഇങ്ങോട്ട് ഉള്ളിലോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. വളരെ മനോഹരമായിട്ട്, കാരണം ഇതിൻ്റെ ഞാൻ കാണിച്ചു തരാം, ഫ്രണ്ട് ക്യാമറയിൽ കാണിച്ചു തരാം. ഇതുണ്ട് വാക്കിംഗ് വേ ഒക്കെ. ഇതൊരു അസ്ഫാൾട്ട്, ആ കളർ തന്നെയായിരുന്നു, അസ്ഫാൾട്ട് തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ച് ഇതാണെന്ന് ഓർത്തത്, റബ്ബറൈസ്ഡ് അല്ല. പക്ഷേ ഇതിനകത്ത് എപ്പോക്സി പെയിൻ്റ് അടിച്ച് മനോഹരമാക്കി, രസമുണ്ട് കാണാനായിട്ടല്ലേ. ബ്ലൂവും ഒരു ഐവറി കളറും ആ ഒരു അൺഈവൻ ഡിസൈനായിട്ടാണ് ഇങ്ങനെ ട്രാക്ക്. അപ്പോൾ ഇതൊരു ശരിക്കും 1 കിലോമീറ്റർ ട്രാക്കാണിത്. 1 കിലോമീറ്റർ ഇപ്പം നടക്കുന്നവർ കൃത്യമായിട്ട് ഇവിടെ മാർക്കിങ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് സൈക്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രാക്ക് ഈ സൈഡിൽ, അവിടെ വാക്കിംഗ് ട്രാക്ക്, അങ്ങനെയായിട്ട് നല്ല നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇത് വളർന്നിരിക്കുന്നത്. എനിക്കിന് അധികം വർഷങ്ങളായില്ലെന്നുണ്ട് ഈ പാർക്ക്, പുതിയ പാർക്കാണ്. എനിക്കുണ്ട് എത്ര വർഷങ്ങൾ ഓർക്കില്ലെങ്കിലും ഒരു ലെസ് ദാൻ 10 ഇയർ ആയിട്ടുള്ളൂ. കാരണം നമ്മുടെ കൺവെൻറ്റിൽ പണിത് കഴിപ്പിച്ച ഒരു പാർക്കായതെന്ന് പറഞ്ഞത്. വേണ്ട നല്ല മനോഹരമായിട്ട് ഈന്തപ്പനകളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കാണാം, നല്ല കൺസ്ട്രക്ഷൻ ചെയ്യുകയാണ് ആളുകൾ. ഇവരൊക്കെ വെളുപ്പിനെ 4 മണിക്ക് വന്നതാണ്. 4 മണിക്കാണ്. ഇപ്പോൾ ഈ സമ്മർ ടൈം ആയതുകൊണ്ട് ഇവിടെ ബ്രേക്കുണ്ട്. അതായത് 12 മണി മുതൽ 4 മണി വരെ ബ്രേക്കുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ വെളുപ്പിനെ 4 മണിക്ക് വന്നിട്ട് 12 മണിക്ക് ഡ്യൂട്ടി വരുന്നത്. ഇപ്പം ഫ്രൈഡേ ഉണ്ടവർക്ക് 10 മണിക്ക് അവർ പോകും. കാരണം പ്രേ ടൈം ഒക്കെ ഉണ്ട്. അവർ പോയിട്ട് ഫ്രഷായിട്ടുള്ള പ്രേക്ക് പോകാനായിട്ട്. അപ്പോൾ അതിന് അതുകൊണ്ട് ആ ഒരു നമ്മുടെ ഈ കനോപ്പിയൊക്കെ വെച്ചിട്ട് ഷെയ്ഡുണ്ട്. അവിടെ പിള്ളേരുടെ കളിക്കുന്ന ഇതാണ്. ഇനി അവിടെ കോൺക്രീറ്റ് ഇട്ട് കാണും. ഇനി അതിൻ്റെ മുകളിൽ റബ്ബറൈസ് ചെയ്ത് വരും, മറ്റേ ജമ്പിങ് ബൗൺസിങ് ഉള്ള രീതിയിൽ. അല്ല, ഗവൺമെൻറ് അല്ലേ, സർക്കാർ ഇത്ര മനോഹരമായിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്. വളരെ നല്ല സെക്യൂരിറ്റി ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഫെൻസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം പേ ആക്കുമെന്ന് അറിയത്തില്ല. ഇതിൽ ചെറിയ ഇപ്പം ഉണ്ട് 2-3 പാർക്കുകൾ പേയ്മെൻ്റ് ഉള്ള പാർക്കുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് വളരെ നല്ല സർവീസാണ് അവിടെ തരുന്നത്, പേയ്മെൻറ്റ് വർക്കാണല്ലോ. കാരണം അതിന് ഇതുണ്ട്, ഓരോ ദിവസവും ചില ദിവസം ലേഡീസിനുള്ളിയും ഫാമിലിക്കുള്ളിയും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ ഒരു പ്രൈവസിയൊക്കെ കിട്ടുന്ന രീതിയിലിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഒത്തിരി ആയിട്ടുള്ള ഒരാളുകളെ ക്രൗഡിനെ ഇങ്ങനെ അത് മാറ്റുവാനും സാധിക്കും. നേരത്തെ ഇവിടെ ഫെൻസിങ് ഇല്ലായിരുന്നു. നമുക്ക് ഈ കാണുന്ന ഫെൻസിങ്ങൊക്കെ ഇപ്പോൾ ആക്കിയെടുക്കണം. ഇത് ഫെൻസിങ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇൻട്രസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കൺസ്ട്രക്ഷൻ ബേസിൽ ആളുകൾ കയറാതിരിക്കാനായിട്ട് വെച്ചാണെന്നറിയില്ല. കാരണം ഇതാകുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇത് ഒരു ടെമ്പററി പർപ്പസ് ആണെന്ന് അറിയില്ല. ഏക്കാരം വളരെ മനോഹരമായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു മനസ്സിൻ്റെ കുളിർമല്ലേ. എന്ത് മനോഹരമാണ് എങ്കിലും അല്ല. കാരണം സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന, സ്ഥിരമായിട്ട് ഞാനിവിടെ ഒരു കാലഘട്ടത്തിൽ സ്ഥിരമായിട്ട് ഓടിക്കൊണ്ടിരുന്ന ട്രാക്കാണ്. അതിനുശേഷം പിന്നെ ഷോപ്പൊക്കെ തുടങ്ങിയ ശേഷം പിന്നെ സമയക്കുറവ് കാരണം പിന്നെ അങ്ങ് നിർത്തി. വീണ്ടും വളരെ കാണുമ്പോൾ ഈ ഒരു കളർ പാറ്റേൺ കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു കുളിർമ തോന്നുന്നു മനസ്സിന്. വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ മനോഹരമായൊരു പാർക്ക്. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മുടെ ബഹ്റൈൻ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു വെരി മച്ച്.